Hi students, today we will discuss the last two phases of the embedded system design life cycle, and they are acceptance testing and maintenance and upgrade. ഇതാണ് ആക്ച്വലി അവസാനത്തെ രണ്ട് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ സിക്സ്ത് ആൻഡ് സെവൻത്ത്. ദ സിക്സ്ത് phase is product releasing and product testing and release. First we finalize the performance of a system or product testing, then we will release the product. അപ്പം നമ്മൾ ആദ്യം നമ്മൾ ഒരു പെർഫോമൻസ്, ഒരു പ്രോഡക്റ്റിൻ്റെ പെർഫോമൻസ് നമ്മൾ ഫൈനലൈസ് ചെയ്യും, അല്ലെങ്കിൽ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തും. അതിനുശേഷം നമ്മൾ പറഞ്ഞിരിക്കുന്ന, നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു പെർഫോമൻസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ആക്ച്വലി ഈ ഒരു ഫേസിനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റൂ. പെർഫോമൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പെർഫോമൻസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. So product testing takes on a special significance when the performance of the embedded system has a life or death consequence attached. അപ്പോൾ പെർഫോമൻസിന് ഒരു ലൈഫ് ഉണ്ടോ അല്ലെങ്കിൽ അത് ഡെത്ത് ആണോ അതിൻ്റെ കോൺസിക്വൻസ് എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് യൂസ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യുന്നത്. അത് പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിലയിരുത്താൻ പറ്റും, ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി നമുക്കൊരു വിലയിരുത്തൽ നടത്താൻ പറ്റും. അത് ലൈഫുള്ളതാണോ, ആ പെർഫോമൻസിന് നമ്മൾ പറഞ്ഞിരിക്കുന്ന നേരത്തെ പറഞ്ഞിരിക്കുന്ന പെർഫോമൻസുമായിട്ട് മീറ്റ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ അതിൻ്റെ അതിനേക്കാൾ പെർഫോമൻസ് ഉള്ളതാണോ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള പെർഫോമൻസ് ആണോ, അല്ലെങ്കിൽ അതിന് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ ഇനി നേരത്തെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ മോഡിഫൈ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഏരിയയാണ് ഈ പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് ആൻഡ് റിലീസ്. വൺസ് ദി പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് ഈസ് performed and the performance of the embedded system is up to the mark, then we can release the product. അതിൻ്റെ നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രോട്ടോടൈപ്പെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലീസ് ചെയ്യാൻ പറ്റും. ഇതാണ് ആക്ച്വലി അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. അപ്പം ഒരു സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് പ്രോഡക്റ്റ് ടെസ്റ്റിങ്ങിലൂടെയാണ്. ഓക്കെ, ഇപ്പോൾ പ്രോഡക്റ്റ് ടെസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഒരു സിസ്റ്റം യൂസ് ചെയ്യാണ്, ഒരു ഡെസ്ക്ടോപ്പ് സിസ്റ്റം യൂസ് ചെയ്യാണ്. ആൻഡ് ഇഫ് യു ആർ യൂസിങ് ദി ഡെസ്ക്ടോപ്പ് സിസ്റ്റം ഫോർ ഹാൻഡ്ലിങ് ദി എക്സൽ ഷീറ്റ് ഓർ മാനിപ്പുലേറ്റിംഗ് ദി എക്സൽ ഷീറ്റോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റോ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മാനേജ് ചെയ്യാനോ ആക്ച്വലി നമ്മൾ ഡെസ്ക്ടോപ്പ് സിസ്റ്റം യൂസ് ചെയ്യുന്നതെങ്കിൽ, ആ ഒരു ഡെസ്ക്ടോപ്പ് സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ചെറിയ ആ സിസ്റ്റം ഒരു ഫോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസ് തന്നെ നമുക്ക് ബെയറബിൾ ആയിരിക്കും. നമുക്കത് സഹിക്കാവുന്ന കോൺസിക്വൻസ് മാത്രമേ ഉള്ളൂ. അത് 1-2 പ്രാവശ്യം ആണെങ്കിൽ പോലും നമുക്കത് ഹാംഫുൾ അല്ല, നമുക്ക് അഫോർഡബിളാണ്, നമുക്കത് എന്താ പറയുക, കുഴപ്പമില്ലാതെ തോന്നുന്നൊരു ഫെയിലിയർ ആയിരിക്കും. But if we are using this system for controlling the nuclear power plant emergency system, ഇപ്പോൾ സപ്പോസ് ഈ ഒരു ഡെസ്ക്ടോപ്പ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു എമർജൻസി സിസ്റ്റം, ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ എമർജൻസി സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെസ്ക്ടോപ്പ് സിസ്റ്റം യൂസ് ചെയ്യുന്നതെങ്കിൽ, ആ ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഫോർഡബിൾ അല്ല, അത് ഹാംഫുള്ളാണ്, അത് അൺബെയറബിളാണ്. മനസ്സിലായില്ല? അപ്പോൾ നമ്മളത് ഓരോ പ്രോഡക്റ്റും ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനത്തിന് അത്രയും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാ സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഫെയിലിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എറർ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യാൻ പറ്റില്ല, ബെയറബിൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ നോർമലി എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ എന്തായിരിക്കും, എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ റിയാക്ടിങ് ടൈമിലായിരിക്കും നമ്മളതിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് എല്ലാം ഓൺലൈൻ സിസ്റ്റമായിരിക്കും നോർമലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര റിയൽ ടൈമും റിയാക്റ്റീവും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ഇൻപുട്ടിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസും എന്തായിരിക്കും, ഭയങ്കര
ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം, അതിന് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെറിയ എറർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അൺബെയറബിൾ ആയിരിക്കും. Therefore, the testing and reliability requirements for an embedded system are much more strict than a vast majority desktop applications. അതുകൊണ്ട് തന്നെ ഒരു എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ ടെസ്റ്റിങ്ങും അതിൻ്റെ റിലയബിലിറ്റി റിക്വയർമെൻറ്റ്സ്, റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ സെയിം റിസൾട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കാൻ കാണിക്കാനുള്ള ടെൻഡൻസി, റിലയബിൾ ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാവുക. അപ്പം A+B എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും Y=A+B എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും Y തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം, ഇടയ്ക്കത് എന്താവാൻ പാടില്ല, സെറ്റ് ആവാൻ പാടില്ല. അല്ലെങ്കിൽ A+B കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈമിനകത്ത് തന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, Y എന്ന് പറഞ്ഞ സാധനം പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് എപ്പോഴും അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എപ്പോൾ കൊടുക്കുമ്പോഴും അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ സാധനം Y ആയിരിക്കണം. അങ്ങനെ ആവുകയാണെങ്കിൽ അതിന് കൂടുതൽ റിലയബിൾ ആവണമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന റിസൾട്ട് ആയിരിക്കണം അത്. എപ്പോഴും സെയിം റിസൾട്ട് തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. സെയിം ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെയിം റിസൾട്ട് തന്നെ എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം. സെയിം സിറ്റുവേഷനിൽ അത് സെയിം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അത് സിസ്റ്റം എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ, റിലയബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ടെസ്റ്റിംഗ് ആൻഡ് റിലയബിലിറ്റി റിക്വയർമെൻറ്റ്സ് ഫോർ ആൻ എംബഡഡ് സിസ്റ്റംസ് ആർ മച്ച് മോർ സ്ട്രിക്റ്റ് ദാൻ വാസ്റ്റ് മെജോറിറ്റി ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ. സാധാരണയുള്ള ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസിനേക്കാളും കൂടുതൽ സ്ട്രിക്റ്റ് ആയിരിക്കണം എന്ത്, നമ്മളെ ഈ എംബഡഡ് സിസ്റ്റത്തിൻ്റെ ടെസ്റ്റിങ്ങും റിലയബിലിറ്റി റിക്വയർമെൻറ്റ്സും. മനസ്സിലായല്ലേ? അപ്പം ടെസ്റ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ സാധനം മനസ്സിലായില്ല നിങ്ങൾക്ക്. ഒരു സിസ്റ്റം ഫെയിലർ ആവുന്ന അതിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി ടെസ്റ്റിംഗ് എന്ന ഫേസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാ കേസിലും മോസ്റ്റ് ഓഫ് ദി കേസ് ഓഫ് എംബഡഡ് സിസ്റ്റം നമുക്ക് എന്ത് റിസൾട്ടായിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആക്ച്വലി എറർ ഫ്രീ ആയിട്ടുള്ള സാധനമായിരിക്കും. പക്ഷേ എന്നാൽ പോലും ഒരു ചെറിയ പെർസെൻറ്റേജ് ഓഫ് എറർ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും എന്താവാൻ പാടില്ല, നമുക്കൊരു ഹാർംഫുൾ റിസൾട്ട് തരുന്നതാവാൻ പാടില്ല. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും പക്ക റിലയബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൺഫേം ചെയ്യേണ്ടത്. അങ്ങനെ കൺഫേം ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്, ഈ ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് ഈസ് മോർ ദാൻ മേക്കിംഗ് ഷുവർ ദി സോഫ്റ്റ്വെയർ ഡസൻറ്റ് ക്രാഷ് അറ്റ് എ ക്രിട്ടിക്കൽ മൊമെൻറ്റ്. ഇത് മാത്രമല്ല, ആക്ച്വലി നമ്മളൊരു സോഫ്റ്റ്വെയർ ഡസൻറ്റ് ക്രാഷ് ദി ക്രിട്ടിക്കൽ മൊമെൻറ്റ്, ഒരു ക്രിട്ടിക്കൽ മൊമെൻറ്റിൽ സോഫ്റ്റ്വെയർ ക്രാഷ് ആവില്ല എന്നുള്ളൊരു എൻഷ്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നൊരു മെത്തേഡല്ല ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അത് ആക്ച്വലി എന്തുകൂടെ ആയിരിക്കണം, since embedded system usually have extremely tight design margin to meet goals, testing must be determine whether the system performing close to its optimal capabilities. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസൈൻ മെട്രിക് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഡിസൈൻ മെട്രിക് എന്ന് പറഞ്ഞ സാധനം ഇവിടെ എംബഡഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ എന്തായിരിക്കും, വെരി ടൈറ്റ് ഡിസൈൻ മെട്രിക്സ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ഡിസൈൻ മെട്രിക്സിനകത്ത് നിന്നുകൊണ്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കണം എന്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഇത് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ടെസ്റ്റിംഗ് തന്നെ സാധനം നമ്മൾ എന്ത് ഷുവർട്ടി അല്ല, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മുടെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ക്രാക്ക് ആവുന്നില്ല എന്ന് എൻഷുർ ചെയ്യേണ്ട ഒരു സാധനം മാത്രമല്ല, അതെന്തും കൂടെ ആയിരിക്കണം നമ്മുടെ മീറ്റ് ചെയ്യുന്ന ഗോൾ എന്ന് പറയുന്ന സാധനം. ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നത് നമ്മളെ ഡിസൈൻ മെട്രിക്കിനകത്ത് നിന്നുകൊണ്ടായിരിക്കണം. എല്ലാ ഡിസൈൻ മെട്രിക്കും പറഞ്ഞിരിക്കുന്ന ആ ഒരു ബാരിയറിനകത്ത് നിന്നുകൊണ്ടായിരിക്കണം ഈ ഒരു റിസൾട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ഷുവറാക്കാനുള്ള ഒരു ടൈമും കൂടിയാണ് എന്ത്, ഈ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സാധനം. സിൻസ് എംബഡഡ് സിസ്റ്റം യൂഷ്വലി ഹാവ് എക്സ്ട്രീംലി ടൈറ്റ് ഡിസൈൻ മെട്രിക്സ്. അപ്പോൾ ഡിസൈൻ മെട്രിക് നമുക്ക് നേരത്തെ അറിയാം എന്തായിരിക്കും, വളരെ ടൈറ്റ് ആയിരിക്കും. ടൈറ്റ് ആവുന്നതെന്ന് പറയാൻ തന്നെ ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്ന സാധനം, പവർ കൺസംഷൻ എന്ന് പറയുന്ന സാധനം, വെയിറ്റ് എന്ന് പറയുന്ന സാധനം, സൈസ് എന്നൊക്കെ പറയുന്ന സാധനം, ഇതൊക്കെ നമ്മൾ വളരെ ടൈറ്റായിട്ടായിരിക്കും അതിൻ്റെ കൺസ്ട്രെയിൻസ് വെച്ചിട്ടുണ്ടാവുക. ആ ടൈറ്റ് കൺസ്ട്രെയിൻസിനകത്ത് നിന്നുകൊണ്ട് തന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണം. എന്തുമാത്രമല്ല ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനകത്ത് ഇത് ഫെയിലർ ആവുക എന്നല്ല, അത് മാത്രമല്ല ചെക്ക് ചെയ്യേണ്ടത്. മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതായത് ടെസ്റ്റിംഗ് കൊണ്ട് നമ്മൾ എന്തെല്ലാം ഉദ്ദേശിക്കുന്നത്, ഒരു സിറ്റുവേഷനകത്ത് ഈ സാധനം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നു മാത്രമല്ല ചെക്ക് ചെയ്യുന്നത്, അതെന്തായാലും ചെക്ക് ചെയ്യണം. അത് അതിനകത്തുള്ളൊരു ഷുവർട്ടി എന്തായാലും വരുത്തണം. അത് കൂടാതെ നമുക്ക് എന്നും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം, ഈ ഒരു സിസ്റ്റം എന്തായിട്ട് വർക്ക് ചെയ്യണമെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ ടൈറ്റ്ലി ഡിസൈൻ മെട്രിക്സ് ചൂസ് ചെയ്ത് ആ ഡിസൈൻ മെട്രിക്സിനകത്ത് നിന്നിട്ട്
ഈ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നും കൂടെ നമ്മൾ കൺഫേം ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളൊരു സിസ്റ്റത്തിനകത്ത് നമ്മൾ കുറേ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ എംബഡഡ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഒരു ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നുണ്ടാകും, IO ഡിസ്ക് CD ഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ടാകും, പിന്നെ സൗണ്ട് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ കുറേ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാകും. ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫെയിലർ ആവുകയാണെന്നുണ്ടെങ്കിലോ, അതിനകത്ത് യൂസ് ചെയ്യുന്ന ഓരോ സിസ്റ്റവും അത് നമുക്ക് തരുന്നത് എന്താ പറയുക, ഓരോ ടൈമിലും അതിങ്ങനെ ഓരോ സിസ്റ്റം ഇങ്ങനെ ക്രാക്ക് ആവുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം എപ്പോഴും എന്തായിരിക്കും, ഒരു ഫെയിലർ ആയിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ഫെയിലർ ആവാതെ എല്ലാ സിസ്റ്റവും അതിനകത്ത് യൂസ് ചെയ്യുന്ന എല്ലാ കമ്പണൻറ്റും പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫേസാണ് ആക്ച്വലി എന്ത്, പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് ആൻഡ് റിലീസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ചില സിറ്റുവേഷൻസിന് നമുക്ക് മനസ്സിലാവില്ല, അത് നമ്മൾ നേരത്തെ ഇൻറ്റഗ്രേഷൻ്റെ ടൈമിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, ഡീബഗിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സാധനമാണ്. ഇപ്പോൾ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി അതിൻ്റെ സോഫ്റ്റ്വെയർ ആണോ അതിൻ്റെ ഹാർഡ്വെയർ ആണോ എന്ന് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പലപ്പോഴായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു വിൻഡോസ് യൂസ് ചെയ്യുന്ന സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ആ വിൻഡോസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ആക്ച്വലി എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഈ പ്രോബ്ലം ആക്ച്വലി വിൻഡോസ് കൊണ്ടുണ്ടാകുന്നതാണോ അതോ ഈ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഹാർഡ്വെയർ കൊണ്ടുണ്ടാകുന്നതാണോ, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇൻറ്റഗ്രേഷനകത്ത് വരുന്ന ഫോൾട്ട് കൊണ്ടാണോ ഈ ഒരു പ്രോബ്ലം വരുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അങ്ങനെ പ്രോബ്ലം ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു ഫേസാണ് ആക്ച്വലി എന്ത്, പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് ആൻഡ് റിലീസ് എന്ന് പറയുന്നത്. ആ പ്രോബ്ലം ചിലപ്പോൾ നേരത്തെ എവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാകും, ഡീബഗിങ്ങിൻ്റെ ടൈമിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാകും. ഡീബഗ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, എല്ലാ പ്രോബ്ലങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യണമെന്നില്ല. ഈ ടെസ്റ്റിംഗ് ഫേസിലാണ് ആക്ച്വലി എന്ത് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരുപാട് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. മെമ്മറി ലീക്സ് എഫക്ട്സ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് കമ്പ്യൂട്ടർ വുഡ് ക്രാഷ്. ഇപ്പം മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് ചെയ്ത സാധനം ഇതിനകത്ത് തന്നെ ഇതാക്കണമെന്നില്ല, അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് നമ്മൾ റൈറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും, പക്ഷേ ഇതിനകത്ത് മെമ്മറിക്കകത്ത് പ്രോപ്പർലി റൈറ്റ് ചെയ്യണമെന്നില്ല. അതേപോലെ തന്നെ റീഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർലി അത് റീഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനത്തെ ഇഷ്യൂസ് കൊണ്ട് നമുക്ക് മെമ്മറിയുടെ പ്രോബ്ലംസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെമ്മറി ലീക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടാകും. ഈ മെമ്മറി ലീക്ക് കൊണ്ട് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യും, വുഡ് ക്രാഷ്, കമ്പ്യൂട്ടർ വുഡ് ക്രാഷ്, കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, സ്റ്റക്ക് ആവും അല്ലെങ്കിൽ ക്രാഷ് ആവും. In embedded system running continuously for week time, even small memory leak is potentially disastrous. അപ്പം എംബഡഡ് സിസ്റ്റം തന്നെ നോർമലി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും എന്താ സംഭവിക്കുക, അത് കണ്ടിന്യൂസ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. സിസ്റ്റം പോലെ നമ്മൾ ഓഫ് ചെയ്ത് ലാപ്ടോപ്പ് പോലെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഓൺ ചെയ്യുന്നതായിരിക്കില്ല. അതൊരു പവർ പ്ലാൻ കൺട്രോൾ ചെയ്യുന്നൊരു സിസ്റ്റം ആയിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റണ്ണിങ് ടൈം ആണെന്നുണ്ടെങ്കിൽ, ഒരു വെഹിക്കിളാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി അത് ക്രൂസ് കൺട്രോൾ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വീക്കോ ഒന്നിൽ കൂടുതൽ വീക്കോ മന്ത്ലി ഒരു 1 മന്തോ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ ആണെങ്കിൽ അതിനകത്തുണ്ടാകുന്ന ചെറിയ മെമ്മറി ലീക്ക് വരെ നമുക്ക് എന്തല്ല, അഫോർഡബിൾ അല്ല. സോ നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനം ഇതിനകത്ത് നമുക്ക് അത്രയും പെർഫെക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുണ്ടോ? നെക്സ്റ്റ്, ഹൂ ഡസ് ദി ടെസ്റ്റിംഗ് പെർഫോംസ്, അല്ലെങ്കിൽ who does the testing, അല്ലെങ്കിൽ who performs the testing. ആക്ച്വലി ആരാണ് ഈ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം സപ്പോസ് ഞാനൊരു ഒരു എംബഡഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ടെസ്റ്റ് ചെയ്താൽ മതിയോ, അതോ വേറൊരു ഏജൻസിയെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കണോ, എന്താണ് അതിനകത്ത് ഉണ്ടാകുന്നത് ഡിഫറൻസ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആരാണ് ആക്ച്വലി ഇത് ഹാപ്പ് പേഴ്സൺ ടു ടെസ്റ്റ് എ പ്രോഡക്റ്റ്, അതാണ് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻ മെനി കമ്പനീസ് job of testing embedded product is assigned to separate team of engineers and technicians. നോർമലി ഏതൊരു കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ നോർമലി ഒരു കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് എംബഡഡ് സിസ്റ്റം, പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എംബഡഡ് സിസ്റ്റം ആണെങ്കിലും അല്ലെങ്കിലും നോർമലി പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് ഈസ് അസൈൻഡ് ടു എ സെപ്പറേറ്റ് ടീം ഓഫ് എഞ്ചിനീയേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ്.
who is not participated in the design or any other operations of the system. ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലോ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജിലോ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ഓഫ് എൻജിനീയേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസിനാണ് നമ്മൾ എന്ത് ഏൽപ്പിക്കുന്നത്, ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ജോബ് ഏൽപ്പിക്കുന്നത്. അതിന് റീസൺ ഉണ്ട്. ആസ്കിംഗ് ഡിസൈനർ ടു ടെസ്റ്റ് ഹിസ് ഓൺ കോഡ് ഓർ പ്രോഡക്റ്റ് യൂഷ്വലി റിസൾട്ട് ആൻഡ് എറാറ്റിക് ടെസ്റ്റ് റിസൾട്ട്. നമ്മൾ ഡിസൈൻ ചെയ്ത ആളെ തന്നെ ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ അതൊരിക്കലും എന്തായിരിക്കും ഒരു പെർഫെക്റ്റ് റിസൾട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യില്ല. അതിൻ്റെ റീസൺ ഉണ്ട്. ഇപ്പം സപ്പോസ് ഞാനൊരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തു വിചാരിക്കാം, ഞാൻ തന്നെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്താ പറയുക, അപ്പം ഞാൻ എങ്ങനെയാണോ ഈ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു വ്യൂ പോയിന്റിൽ മാത്രമേ ഇതിൻ്റെ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുള്ളൂ. അപ്പം എനിക്കറിയാവുന്ന മെത്തേഡ്സിൽ ഓക്കെ ഞാൻ ഓൾറെഡി ഈ ഡിസൈൻ ടൈമിൽ ഇതിനൊക്കെ ഫെമിലിയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യും. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട് എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യും. അത് മാത്രമേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷെ പുറമേ നിന്നൊരാൾക്ക് നമ്മൾ അല്ലെങ്കിൽ വേറെ ഇതുമായിട്ട് ഇൻവോൾവ് അല്ലാത്ത ഒരാൾക്ക് നമ്മൾ ടെസ്റ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഏത് ഏരിയയിലുള്ള ഇൻപുട്ടും ഇതിന് വരാവുന്ന എല്ലാ പോസിബിൾ കേസും അയാൾക്ക് കൊടുക്കാൻ പറ്റും. അത് അയാൾ ഔട്ട്പുട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് അയാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു വ്യൂ പോയിന്റിൽ മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഡിസൈനിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും ഈ പ്രോഡക്റ്റിനെ കാണാൻ പറ്റും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് അയാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ പ്രൊഡ്യൂസ് ചെയ്ത ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എക്സ്പെക്ട് ചെയ്തത് എന്താണെന്ന് അയാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആക്ച്വൽ റിസൾട്ട് എന്താണെന്ന് അയാൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതിന് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതൊരു എറർ ആയിരിക്കും. ആ ഡിഫറൻസ് എന്താണെന്ന് അയാൾ ഈ പ്രോഡക്റ്റിൻ്റെ ലീഡേഴ്സിൻ്റെ അടുത്ത് അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ നോർമലി ഇപ്പോൾ ഏത് കമ്പനിയാണെന്നുണ്ടെങ്കിലും ആ കമ്പനി പ്രോഡക്റ്റ് ടെസ്റ്റിങ്ങിന് ഒരു സെപ്പറേറ്റ് വിങ്ങിനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഏത് TCS ആണെന്നുണ്ടെങ്കിലും വിപ്രോ ആണെങ്കിലും ഏത് കമ്പനി എടുക്കുകയാണെങ്കിലും നമ്മളെ ഏത് സോഫ്റ്റ്വെയർ കമ്പനി നമുക്കിപ്പം കോളേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് നമുക്ക് ജോബ് ഓഫർ ചെയ്യുന്നതെല്ലാം ഒരുവിധമെല്ലാം സോഫ്റ്റ്വെയർ ടീമാണ്. എംബഡഡ് സിസ്റ്റം ഇല്ല എന്നല്ല പറയുന്നത്. പിന്നെ വിപ്രോ പോലത്തെ എംബഡഡ് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്ന ടീമും നമുക്ക് ഉണ്ട്. അപ്പം ഈ കമ്പനീസൊക്കെ നമ്മുടെ സ്റ്റുഡൻസിനെ ഹയർ ചെയ്യുന്ന സമയത്ത് അവർ ചിലപ്പം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്കായിരിക്കും അവർ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ചില ആൾക്കാർ ഡിസൈൻ ടീമായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ചിലത് എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് ഇലക്ട്രോണിക്സ് വിങ്ങിനകത്തേക്കായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. കുറേ ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മളെ കോളേജിൽ ഒരുപാട് സ്റ്റുഡൻസിന് എനിക്കറിയാവുന്ന ഒരുപാട് സ്റ്റുഡൻസിന് ടെസ്റ്റിങ്ങിനകത്ത് അവർ ഇതിനകത്തായിരിക്കും അവർ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ പ്രോഡക്റ്റ് ഡിസൈനിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു കാര്യത്തിനെ പറ്റിയോ എന്തായിരിക്കില്ല, അവർ ഫെമിലിയർ ആയിരിക്കത്തില്ല. അത് ഏത് ലാംഗ്വേജിലാണ് അവർ ചെയ്തതെന്നോ ഒന്നും അവർക്ക് എന്താ ചെയ്യേണ്ട നോക്കേണ്ട കാര്യമില്ല. ഏതൊക്കെ ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ടാണ് അവരിത് പെർഫോം ചെയ്യുന്നത് ഒന്നും അവർക്ക് ഫെമിലിയർ ആയിരിക്കണമെന്നില്ല. അവർക്ക് ഇൻപുട്ടിനെ പറ്റിയും ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ഔട്ട്പുട്ടിനെ പറ്റി മാത്രമേ അവർക്ക് എന്തുണ്ടാവുള്ളൂ, ബോധേഡാവുള്ളൂ. അത് അവർ പ്രൊഡ്യൂസ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്താ പറയുക. പല ടൈപ്പ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. സോഫ്റ്റ്വെയർ ടീംസൊക്കെ യൂസ് ചെയ്യുന്നത് പല ടെക്നോളജി യൂസ് ചെയ്യാറുണ്ട് അതിനകത്ത്. ആ ടെക്നോളജിയെ പറ്റി മാത്രമേ ഈ ടെസ്റ്റിംഗ് ടീം എന്താവുള്ളൂ, ഫെമിലിയർ ആവുള്ളൂ. നോർമലി in many companies the job of testing embedded product is assigned to a separate team of engineers and technicians. Asking designer to test his own code or product usually result in erratic test result. ഇനി നമ്മൾ ഓരോന്നിൻ്റെയും ടൈം കൺസെപ്ഷൻസ് ഇപ്പം ഒരു എംബഡഡ് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടെസ്റ്റിംഗ് വരെയുള്ള ടൈമിനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഒരു ഗ്രാഫ് പോലെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഗ്രാഫ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഗ്രാഫ് എന്ന് പറയേണ്ട നമുക്ക് അതിൻ്റെ ടൈം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കി വയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഇപ്പം സിസ്റ്റം സ്പെസിഫിക്കേഷൻ ആൻഡ് ഡിസൈനിങ്ങിന് 37% ഓഫ് ടൈം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ആക്ച്വലി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അത് ഫസ്റ്റിൽ പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞില്ല, മാർക്കറ്റ് സ്റ്റഡിയൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഡക്റ്റ് ഡിസൈനിങ് സ്പെസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ സാധനം ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഡിസൈനിങ്ങിനുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ വേറൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, കോസ്റ്റ് ടു ഫിക്സ് കണ്ടല്ലേ.
ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ ഇങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ? ഗ്രാഫ് പോലെ തന്നെ ഇങ്ങനെ പോകുന്ന കണ്ടിട്ടില്ലേ? അത് ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഫിക്സ് എന്നാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ ഏറ്റവും ലോ പ്രൈസേ വേണ്ടത്. ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നതനുസരിച്ച് എന്തായിരിക്കും പ്രൈസ് കൂടിക്കൊണ്ട് വരില്ലേ? ഇപ്പോൾ ഡിസൈൻ ടൈമിൽ എന്തെങ്കിലും ഒരു എറർ വരികയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇത്രയും കോസ്റ്റ് എന്ത് ചെയ്യേണ്ടു, ടോട്ടൽ കോസ്റ്റിൻ്റെ ഇത്രയും നമുക്ക് എന്ത് ചെയ്യേണ്ടു, സ്പെൻഡ് ചെയ്യേണ്ടി വരുള്ളൂ. ഇപ്പോൾ 37% ഓഫ് ടൈം ഇസ് സ്പെൻഡ് for system specification and design work, and 20% time is used for hardware software design and debug. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഡിസൈനും ഡീബഗിങ്ങിനും വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് 20% ടൈം തരാം. ഇനി പ്രോഡക്റ്റ് ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോട്ടോടൈപ്പ് ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ട് 30% ടൈം അതിനകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പാർട്ടീഷൻ ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റഗ്രേഷൻസ്, ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഡിസൈൻ ഇൻറ്റഗ്രേഷൻ ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു 20% അതിനകത്ത് വരുന്നുണ്ട്. പ്രോട്ടോടൈപ്പ് ഡീബഗ് ആൻഡ് ടെസ്റ്റിങ്ങിന് ഇതിനകത്ത് വരുന്നുണ്ട്. ഡീബഗിന് ഇതിനകത്ത് വരുന്നത് 31% വരുന്നുണ്ട്. ആൻഡ് 12% ഓഫ് ടൈം ഈസ് നോർമലി സ്പെൻഡ് ഫോർ ടെസ്റ്റിംഗ് ദി സിസ്റ്റം. ഈ എംബഡഡ് സിസ്റ്റത്തിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അവസാനത്തെ 12% നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി എന്താക്കാൻ നമുക്ക് പ്രോഡക്റ്റ് റിലീസ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഇതാണ് നമ്മുടെ ടൈം ഗ്രാഫ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ 20% ടൈമാണ് ഇവിടെ വരുന്നെങ്കിലും അതിനേക്കാൾ എന്ത് വരുന്നുണ്ട്, ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഡിസൈനിങ് ടൈമിൽ, ഡീബഗ് ടൈമിൽ, ഡിസൈൻ ആൻഡ് ഡീബഗ് ടൈമിൽ എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എന്ത് വരുന്നുണ്ട്, കോസ്റ്റ് വരുന്നുണ്ട് അല്ലേ? കോസ്റ്റ് വരുന്നുണ്ട്. ഇനി പ്രോട്ടോടൈപ്പ് ഡിസൈൻ ടൈമിലാണെന്നുണ്ടെങ്കിലോ അത് പിന്നെയും കുറച്ചും കൂടി ടൈം വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, കോസ്റ്റ് വരുന്നുണ്ട്, ഏതാണ്ട് ഇത്ര ആവുന്നുണ്ട്. പക്ഷേ ടെസ്റ്റിംഗ് ടൈമിലാണെങ്കിൽ നമ്മൾ വരുന്നതെങ്കിൽ ഇത്രയും കോസ്റ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് റീഡിസൈൻ ചെയ്ത് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ എറർ അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ആക്ച്വലി റീസൺ എന്ന് പറഞ്ഞാൽ. അതായത് ഫസ്റ്റിൽ സിസ്റ്റം സ്പെസിഫിക്കേഷൻ ടൈമിൽ നമുക്കൊരു കാര്യം ഫിക്സ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ബഗ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ കുറച്ച് ടൈം മതി, വളരെ കുറച്ച് എന്ത് മതി, കോസ്റ്റ് മതി അത് ഫിക്സ് ചെയ്യാൻ. പക്ഷേ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഡിസൈനിങ് ഡീബഗിങ്ങിൻ്റെ ടൈമിലാണെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ ടൈമും വേണം, ഇതും വേണം. പ്രോട്ടോടൈപ്പ് ഡീബഗിൻ്റെ ടൈമിലാണ് എറർ ഫിക്സ് ചെയ്യേണ്ടതെങ്കിലും അപ്പോൾ നമുക്ക് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ റീഡിസൈൻ ചെയ്യണം, സ്പെസിഫിക്കേഷൻ, പിന്നെ സിസ്റ്റം സ്പെസിഫിക്കേഷൻ ഡിസൈൻ നമുക്ക് മോഡിഫൈ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൂടുതൽ ടൈം, കൂടുതൽ കോസ്റ്റ് നമുക്ക് വേണ്ടി വരും. ഇനി അതല്ല, സിസ്റ്റം ടെസ്റ്റിങ്ങിൻ്റെ ടൈമിലാണ് നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഈ എൻ്റയർ ഫേസ് എന്ത് ചെയ്യേണ്ടി വരും, മോഡിഫൈ ചെയ്യേണ്ടി വരും. മോഡിഫൈ ചെയ്യാൻ നമുക്ക് കൂടുതൽ കാശ് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും, അതേപോലെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യും. ഇതാണ് ആക്ച്വലി പെർസെൻറ്റേജ് ഓഫ് പ്രോജക്റ്റ് ടൈം സ്പെൻഡ് ഇൻ ഈച്ച് ഫേസ് ഓഫ് ദി എംബഡഡ് സിസ്റ്റം ലൈഫ് സൈക്കിൾ. ഓരോ ലൈഫ് സൈക്കിളിനകത്തുള്ള, ഇതിനകത്ത് ചിലതൊക്കെ കമ്പൈൻ ചെയ്തിട്ടുണ്ടെന്നേ. അപ്പം ഓരോ ലൈഫ് സൈക്കിളിനകത്തും എംബഡഡ് സിസ്റ്റം ലൈഫ് സൈക്കിളിൻ്റെ ഓരോ ഫേസസും എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ആവറേജ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. The curve shows the cost associated with fixing a defect at each stage of the process. ഓരോ സ്റ്റേജിലുള്ള പ്രോസസ്സും നമുക്ക് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ എറർ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഡീബഗ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കോസ്റ്റാണ് ആക്ച്വലി ആ കർവ് എന്ന് പറഞ്ഞ സാധനം കാണിച്ചിരിക്കുന്നത്. കർവ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഏത് ടൈമിലായിരിക്കും, സിസ്റ്റം ടെസ്റ്റിംഗ് ടൈമിൽ നമ്മൾ എറർ ഫൈൻഡ് ഔട്ട് ചെയ്യും, അത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ആൻഡ് റീസൺ വരുന്നില്ല, നമുക്ക് റീഡിസൈൻ ചെയ്യണം, സോഫ്റ്റ്വെയർ റീഡിസൈൻ ചെയ്യണം, ഹാർഡ്വെയർ റീഡിസൈൻ ചെയ്യണം, എല്ലാം സിസ്റ്റം സ്പെസിഫിക്കേഷൻ മോഡിഫൈ ചെയ്യേണ്ടി വരും, ഡിസൈൻ മോഡിഫൈ ചെയ്യേണ്ടി വരും, ഒക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അതിന് കൂടുതൽ എന്ത് വരുന്നത്, ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ,
Next is the last phase of design life cycle of embedded system, that is maintaining and upgrading existing product. Actually, maintainability is a design metric. It's an ability to modify a system after its initial release, especially by a designer who did not originally design the system. Actually, maintainability എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈൻ മെട്രിക്കാണ്. അതൊരു പ്രോഡക്റ്റ് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ് ആക്ച്വലി അത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മോഡിഫൈ ചെയ്യാൻ പറ്റണം. മോഡിഫൈ ചെയ്യുന്നതോ ആരായിരിക്കണം? ഡിസൈനേഴ്സ് ഹൂ ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഒറിജിനൽ ഡിസൈനകത്ത്, അതായത് ഫസ്റ്റ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ പ്രീവിയസ് ഡിസൈനിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു ഡിസൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ ഒരു പ്രോഡക്റ്റിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന എബിലിറ്റീനെയാണ് ആക്ച്വലി എന്ത് പറയുന്നത്? മെയിൻറ്റെയിനബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പ്രോഡക്റ്റിനും ആക്ച്വലി എന്തുണ്ടായിരിക്കണം? ഒരു മെയിൻറ്റെയിനബിലിറ്റി ഉണ്ടായിരിക്കണം. മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനുള്ള അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു എന്തുണ്ടായിരിക്കണം? ഒരു ഫീച്ചർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. The majority of embedded systems designers, almost 60%, maintain and upgrading existing products rather than redesign a new product. ഒരു 60% പ്രോഡക്റ്റും നിങ്ങൾ മാർക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ മതി, ആ പ്രോഡക്റ്റ് എന്ന് പറയുന്ന സാധനം ഒരു പുതിയ പ്രോഡക്റ്റ് റീഡിസൈൻ ചെയ്യുന്നതിന് പകരം അതിനെ അപ്ഗ്രേഡ് ചെയ്യുക. നമ്മളിപ്പോൾ നിങ്ങൾക്ക് വിൻഡോസിൻ്റെ ഒക്കെ കേട്ട് അറിയാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റലിൻ്റെ മൈക്രോ പ്രോസസ്സറിനെ പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൈക്രോ പ്രോസസ്സറിനെ പറ്റി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 80 ഇൻ്റലിൻ്റെ ഒരു ഏറ്റവും ആദ്യത്തെ 4-bit പ്രോസസ്സറായിരുന്നു 8000 തന്നെ. 8004 ആയി, പിന്നെ അത് മോഡിഫൈ ചെയ്ത് 8-bit പ്രോസസ്സറായി 8085 തന്നെ സാധനമായി. 8085 പിന്നെ മോഡിഫൈ ചെയ്ത് 16-bit മൈക്രോ പ്രോസസ്സർ 8086 ആയി മാറി, 888 ആയിട്ട് മാറി, പിന്നെ അത് 186 ആയി മാറി, 286 ആയി മാറി, 386, 486, 586 പകരം അത് പെൻഡിയം മാറി, പെൻഡിയം 1, പെൻഡിയം 2, പെൻഡിയം 3 ആയി. അങ്ങനെയാണ് ആക്ച്വലി മോഡിഫൈ ചെയ്ത്. ഈ വേർഷൻസൊക്കെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓൾറെഡി ഉള്ള പ്രോഡക്റ്റിനെ എൻ്റെ എന്താ പറയുക ഡ്രോബാക്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അല്ല അതിൻ്റെ കഴിവുകേടുകൾ നമ്മൾ മാറ്റി മോഡിഫൈ ചെയ്തിട്ട് പുതിയൊരു പ്രോഡക്റ്റാക്കി മാറ്റുക ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ഡിസൈനേഴ്സ്, embedded system designers modify or maintain an existing product rather than redesign a product. Most of these engineers who did not members of the original design team of a particular product, so they must rely on their experience, their skill, the existing documentation and the all product to understand the original design well enough to maintain it and improve it. ആക്ച്വലി ആദ്യത്തെ ആൾ തന്നെ രണ്ടാമത് റീഡിസൈൻ ചെയ്യണമെന്നില്ല. നമുക്ക് വേറെ ഡിസൈനേഴ്സിനെ യൂസ് ചെയ്യാം. ആ ഡിസൈനേഴ്സിന് എന്തുണ്ടായിരിക്കും? ഇതിന് തൊട്ട് മുമ്പത്തെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ടായിരിക്കും, ആ പ്രോഡക്റ്റിൻ്റെ പിന്നെ ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ടായിരിക്കും, പ്രോഡക്റ്റിനെ മനസ്സിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആ പ്രോഡക്റ്റിൻ്റെ നേരത്തെ ഡിസൈനിനകത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒരു ഏത് ഡിസൈനർക്കും ആ പ്രോഡക്റ്റിനെ റീഡിസൈൻ ചെയ്യാൻ പറ്റും. എന്ത് വേണമെന്നില്ല, പഴയൊരു നേരത്തെ ഡിസൈനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്ക് എന്ത് വേണമെന്നില്ല, ഈ ഒരു പ്രോഡക്റ്റിനെ റീഡിസൈൻ ചെയ്യാൻ അയാൾ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ലാത്തൊരു കാര്യമാണ്. അപ്പം ആക്ച്വലി ഇത് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ റീഡിസൈൻ ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് റിലീസ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇംപ്രൂവ്ഡ് പ്രോഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ലോഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റലിൻ്റെ പ്രോഡക്റ്റ് ഒക്കെ കംപ്ലീറ്റ് അതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാം. ഒരു പ്രാവശ്യം ഒരു 1.5 ഇയറിൽ ഓൾമോസ്റ്റ് ഡബിൾ പെർഫോമൻസിലായിരിക്കും. പെർഫോമൻസിൻ്റെ ഓൾമോസ്റ്റ് ഇരട്ടിയായിട്ടാണ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞ സാധനം ഓൾമോസ്റ്റ് ഹാഫ് ആവുകയും സൈസ് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. പണ്ടത്തെ നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കിൻ്റെ ഒരു കപ്പാസിറ്റി നോക്കിയാൽ മനസ്സിലാവും. ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 20 MB ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ MB ആണ്, GB അല്ല, ടെറാബൈറ്റും അല്ല. 20 MB ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ബോക്സിന് എത്ര ഉണ്ടാവും, ഒരു
ലഞ്ച് ബോക്സിനേക്കാളും വലിയൊരു ബോക്സ് ആയിരിക്കും ആക്ച്വലി ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ. ഒരു ആമയുടെ വലുപ്പം, വലിയൊരു ആമയുടെ അത്രയും വലുപ്പമുള്ള ഒരു സാധനമാണ് ആക്ച്വലി ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ അത് 1 GB ഹാർഡ് ഡിസ്കായി, അതിനേക്കാളും സൈസ് കുറയുകയും ചെയ്തു. അപ്പം പിന്നെ അത് എന്താ പറയുക, നിങ്ങളൊക്കെ വരുന്ന സമയത്ത് 20 GB 40 GB ഇപ്പം ടെറാബൈറ്റ്സിലാണ് ആക്ച്വലി. 160 ടെറ 2 ടെറ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളിലേക്ക് മാറി. അപ്പം ടെറാബൈറ്റും ഒക്കെ ആയിട്ട് മാറുന്ന സമയത്തും ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റെഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ശരിക്കും ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്ത ടെക്നോളജി നമുക്ക് നമ്മുടെ ഹാർഡ് ഡിസ്കിനകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ എംബഡഡ് സിസ്റ്റത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. പ്രൊവൈഡഡ് അതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാം, സൈസ് ഡിക്രീസ് ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം നോർമലി നമ്മൾ റീഡിസൈൻ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക എന്തായിരിക്കും, അപ്ഗ്രേഡ് ചെയ്യാനാണ്. അപ്പം ഓരോ പ്രോഡക്റ്റിനും അപ്ഗ്രേഡ് ചെയ്യാനുള്ള എന്തുണ്ടായിരിക്കും, ഒരു ഫെസിലിറ്റി നമ്മൾ അതിനകത്ത് ഉണ്ടായിരിക്കും. അതിനാണ് ആക്ച്വലി നമ്മൾ എന്താ പറയുക, മെയിൻറ്റെയിനബിലിറ്റി എന്ന് പറയുക. മെയിൻറ്റെയിനബിലിറ്റി എന്ന് എബിലിറ്റി ടു മോഡിഫൈ എ പ്രോഡക്റ്റ് ആഫ്റ്റർ ഇറ്റ്സ് റിലീസ് ബൈ യൂസിങ് എ ഡിസൈനർ ഹു ഈസ് നോട്ട് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി ഒറിജിനൽ ഡിസൈൻ. ഒറിജിനൽ ഡിസൈനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാൾക്ക് ഒരു പ്രോഡക്റ്റ് റിലീസ് ചെയ്തതിന് ശേഷം മോഡിഫൈ ചെയ്യാനുള്ള എബിലിറ്റീനാണ് ആ പ്രോഡക്റ്റിൻ്റെ മെയിൻറ്റെയിനബിലിറ്റി എന്ന് പറയുന്നത്. നോർമലി ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പെർഫോമൻസ് വൈസിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഷോർട്ട് ഫോൾസും മാർക്കറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ഫീഡ്ബാക്കായിട്ട് നമുക്ക് കിട്ടും. ആ ഡ്രോബാക്സ് കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് പ്രോഡക്റ്റിനകത്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് കൂടുതൽ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള പെർഫോമൻസോടുകൂടെ ഒരു പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഒരുവിധമല്ല ഇപ്പോൾ ഇന്ന് വരുന്ന മൊബൈൽ ഫോൺസിനകത്തൊക്കെ കാണുന്നത് അങ്ങനെയാണ്, പുതിയ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളെപ്പോഴും ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞ സാധനം പ്രൊവൈഡ് ചെയ്യും. ഒരുവിധം എല്ലാ പ്രൊഡക്റ്റിനും ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞ സാധനം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എന്നാൽ ഈ ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 8085 തന്നെ ഏറ്റവും മാർക്കറ്റിൽ ഹിറ്റായ ഒരു മൈക്രോ പ്രൊസസ്സറായിരുന്നു. 8-bit മൈക്രോ പ്രൊസസ്സർ, ഇൻ്റലിൻ്റെ 8085 തന്നെ മൈക്രോ പ്രൊസസ്സർ. നമ്മളെല്ലാം സിലബസിനകത്ത് പഠിക്കുന്ന മൈക്രോ പ്രൊസസ്സർ തന്നെ ആദ്യം പഠിക്കുന്ന മൈക്രോ പ്രൊസസ്സർ എന്ന് പറഞ്ഞ സാധനം പഠിക്കുന്നത് 8085 ആണ്. അപ്പം 8085 പഠിച്ചതിന് ശേഷം മാർക്കറ്റിൽ വന്നതിന് ശേഷം 8086 എന്ന് പറഞ്ഞ എന്ത് ഡെവലപ്പ് ചെയ്തു, മൈക്രോ പ്രൊസസ്സർ ഡെവലപ്പ് ചെയ്തു. 8086 ഡെവലപ്പ് ചെയ്ത സമയത്ത് 8086 എന്ന് പറഞ്ഞ സാധനം ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റിയാണ്. അതായത് 8085ൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ചെയ്യാം, 8085 ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇപ്പോൾ 286 തന്നെ ഇൻ്റലിൻ്റെ 286 എന്ന് പറഞ്ഞ മൈക്രോ പ്രൊസസ്സർ ഡെവലപ്പ് ചെയ്തപ്പം 86ൻ്റെ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഈ 286 കൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയെല്ലാം ബാക്ക്വേർഡ് കോമ്പാറ്റബിൾ ആണെന്നാണ് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സാധനങ്ങൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും, പ്ലസ് അഡീഷണൽ ഫീച്ചേഴ്സും കൂടിയാണ് നമ്മളൊരു പ്രോഡക്റ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്നത്. പിന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാക്ക്വേർഡ് കോമ്പാറ്റബിലിറ്റി പറയുന്നത്. But anyway, most of these engineers are not members of the original design team for a particular product, so they must rely on the experience, the skills, the existing documentation and the all product to understand the original design well enough to maintain its improved version. From the silicon vendors of view, this is an important gap in the tool chain because the vendor wants to keep the customer buying its silicon. അപ്പം എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇപ്പം ഇൻ്റലിൻ്റെ ഒരു പ്രോഡക്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നോർമലി ഇൻ്റലിൻ്റെ യൂസേഴ്സ് അല്ലെങ്കിൽ പിന്നെ കസ്റ്റമേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, അടുത്ത പ്രോഡക്റ്റിനകത്ത് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നോക്കുകയുള്ളൂ. അല്ലാതെ വേറൊരു ആപ്പിളിൻ്റെ മൈക്രോ പ്രൊസസ്സറിനകത്തേക്കോ അല്ലെങ്കിൽ വേറൊരു സാധനത്തെ മോട്ടറോളയുടെ മൈക്രോ പ്രൊസസ്സറിനകത്തേക്കോ പോകില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫെമിലിയറാണ്, അപ്പോൾ അതിൻ്റെ അഡ്വാൻസ് ഫീച്ചേഴ്സ് എന്താണെന്ന് ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. അത് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ അപ്ഗ്രേഡ് വെർഷൻസ് മേടിക്കും. അങ്ങനെയാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പം കസ്റ്റമേഴ്സിന് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോഡക്റ്റിന് കീപ്പ് ചെയ്യാൻ പറ്റും, പ്ലസ് അഡീഷണൽ ഫീച്ചേഴ്സ് കൊടുക്കാൻ പറ്റും, പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ആക്ച്വലി മെയിൻറ്റെയിനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ലൈഫ് സൈക്കിൾ ഓഫ് എ ഡിസൈൻ while designing a embedded system. Okay, thank you.